വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 11 കുട്ടികളെ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11ഓളം കുട്ടികളാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇങ്ങനെ: സത്രത്തിൽ താമസിക്കുന്ന 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ അമ്മയുണ്ടാക്കിയ അംഗൻവാടികളിൽ നിന്ന് ലഭിക്കുന്ന അമൃതം പൊടി ഉപയോഗിച്ചുള്ള കൊഴുക്കട്ട കൊണ്ടുവരികയും ഇത് രാവിലെ തന്നെ ഇന്റർവെൽ സമയത്ത് 11 കുട്ടികൾക്ക് വീതം വെച്ച് നൽകുകയും ചെയ്തു. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി ഈ കൊഴുക്കട്ട കഴിച്ച കുട്ടികൾക്ക് ഛർദിയും തലകറക്കവും ഉണ്ടായി. ഇതേ തുടർന്ന് സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളെ എത്തിക്കുകയായിരുന്നു. காலையில் அங்கன்வாடியில் உள்ள மாவு 1 வாரம் ஆயிடுச்சு வாங்கின மாவு. அந்த மாவை எடுத்து சுடுதண்ணி ஊற்றி தேங்காய் போட்டு சீனி போட்டு உருண்டை பிடிச்சி கொடுத்தேன். ஆனால் அதை சாப்பிட்ட உடனே வாங்கி மயக்கமாகுதுன்னு சொல்லி ஃபோன் வந்துச்சு. இப்போ வந்திருக்கு ஆஸ்பத்திரியில். ഇതേസമയം അമൃതം പൊടിക്ക് 3 മാസത്തെ വരെ കാലാവധി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത് അമൃതം പൊടിയോടൊപ്പം ചേർത്ത് തേങ്ങയോ മറ്റ് ഭക്ഷണ സാധനങ്ങളോ ആവാമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ബാക്കിയുള്ള അമൃതം പൊടി ഉപയോഗിച്ചുള്ള കൊഴുക്കട്ടയും പൊടിയും കൈമാറുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു.